നമസ്തേ. ജനം എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണെങ്കിലും ദേശീയ തലത്തിൽ നടക്കുന്ന മറ്റൊരു സംഭവം കൂടി ഇന്ന് നമ്മുടെ ശ്രദ്ധയിൽ എത്തുകയാണ്. അതിൻ്റെ പ്രഭവ കേന്ദ്രം കേരളമാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസുകളിലും നേതാക്കന്മാരുടെ വീടുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ റെയ്ഡ് നടത്തി. ഇന്ത്യയിൽ നടക്കുന്ന ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കേരളമാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ്. ദേശീയ നേതാക്കളിൽ ഭൂരിപക്ഷവും മലയാളികളാണ്. എന്താണ് ഇവരുടെ പദ്ധതി? ഇന്ത്യ വിഭജനമാണോ ഇവരുടെ ലക്ഷ്യം? ഭയപ്പെടേണ്ട ഭീകരബന്ധവും സാമ്പത്തിക ബന്ധവും ഇവർക്കുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ സൂചിപ്പിക്കുന്നു. ഇന്ന് കുറേ കാലമായി ഒളിവിലായിരുന്ന സിമിയുടെ നേതാവ് അബ്ദുള്ള ഡാനിഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഉയർത്തുന്ന ഭീഷണി അത് തന്നെയാണ് ഇന്ന് ജനം എഡിറ്റേഴ്സ് ചോയ്സ് ചർച്ച ചെയ്യുന്നത്. കേരളത്തിലായതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ ആവില്ല. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ പി രാജൻ, സാമൂഹ്യ നിരീക്ഷകരായ ശ്രീജിത്ത് പണിക്കർ, റഷീദ് പാനൂർ, പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജനറൽ സെക്രട്ടറി VI റൌഫ് എന്നിവർ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഇസ്ലാമിക ഭീകരർ കൈവെട്ടി മാറ്റിയ പ്രൊഫസർ TJ ജോസഫ് ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിരുന്നതാണെങ്കിലും പൊടുന്നനെ ഉണ്ടായ പനിയെ തുടർന്ന് അദ്ദേഹത്തിന് അസൗകര്യം നേരിട്ടിരിക്കുന്നു. എല്ലാവർക്കും ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീജിത്ത് പണിക്കർ, ഞാൻ താങ്കളിലേക്കാണ് ആദ്യം വരുന്നത്. യുവാക്കളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് ഇന്ത്യ വിരുദ്ധമാണോ? ഇവരുടെ ലക്ഷ്യം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം തന്നെയാണോ? GK, ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ചില നയങ്ങളുടെ ഭാഗമായിട്ട് തന്നെ പറയണം. പോപ്പുലർ ഫ്രണ്ട് പറയുന്നത്, അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്: നീതി, സ്വാതന്ത്ര്യം, സുരക്ഷിതത്വം എന്നിവയാണ്. ഇപ്പൊ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ട് എന്ത് ചെയ്യുന്നു? പൗരസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ മൊത്തത്തിലുള്ള സുരക്ഷിതത്വത്തിനെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതിനെപ്പറ്റി ഇന്ന് പൊതുസമൂഹത്തിൽ ഒരുപാട് ആശങ്കകളുണ്ട്. പ്രത്യേകിച്ച് അടുത്ത കാലത്തായിട്ട് വന്നിരിക്കുന്ന ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് തോന്നുന്നത് പോപ്പുലർ ഫ്രണ്ട് സ്ഥാപിതമായതിനു ശേഷം ഏകദേശം 1.5 പതിറ്റാണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. അതിൽ തന്നെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ നീതി, സ്വാതന്ത്ര്യം, സുരക്ഷിതത്വം എന്നിവ പൊതുസമൂഹത്തിൽ ഇല്ലാതാക്കുന്നതിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് ഒരു ഭീതി ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള ഒരുപാട് നടപടികളുണ്ട്. ഒരുപാട് നടപടികൾ ആ സംഘടന ഇന്ന് നേരിടുന്നുമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അവരുടെ കൃത്യമായ പ്രവർത്തന രീതി, ഈ 3 ആശയങ്ങൾ അവരെങ്ങനെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയാൻ ഒരുപക്ഷെ ശ്രീ റൌഫിന് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ കഴിഞ്ഞ ഏതാനും നാളുകളായി പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ട് കേന്ദ്ര ഏജൻസികളും കേന്ദ്ര സർക്കാരും നിരീക്ഷിക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാം. ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. കേന്ദ്രമന്ത്രി ശ്രീ രവിശങ്കർ പ്രസാദ് തന്നെ ഇവർക്കെതിരെ പ്രസ്താവനകളുമായിട്ട് വന്നു. ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകൽ, തീവ്രവാദ പ്രവർത്തനം തുടങ്ങി ഒരുപാട് ഗുരുതരമായിട്ടുള്ള സാധാരണ രീതിയിലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തക സംഘടന നേരിടാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണം ഉണ്ടായാൽ പൊതുജനത്തിന് മൊത്തത്തിൽ ഭീതി ഉണ്ടാകുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് ഒരു കേന്ദ്രമന്ത്രി തന്നെ പോപ്പുലർ ഫ്രണ്ടിനെതിരെ നിരത്തിയത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള മണി ലോണ്ടറിങ് പോപ്പുലർ ഫ്രണ്ട് നടത്തിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് കുറേയധികം റെയ്ഡുകൾ, അവരുടെ ചില പ്രവർത്തകർ അറസ്റ്റിലാകുന്ന സാഹചര്യം ഇതൊക്കെ ഉണ്ടാകുന്നു. തന്നെയുമല്ല വളരെ വലിയ എമൗണ്ടുകൾ, 120 കോടി എന്നൊക്കെ പറഞ്ഞ വലിയ എമൗണ്ടുകളൊക്കെ ഇത്തരത്തിലുള്ള പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന് അവർ മുടക്കുന്നു എന്ന് കണ്ടു. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്ന നിയമത്തിനെതിരായിട്ട് പ്രതിഷേധിക്കുന്നതിന് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഫണ്ട് മുടക്കുന്നതിനും ഏത് സംഘടനയ്ക്കാണെങ്കിലും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ ഫണ്ടിന്റെ സോഴ്സിങ് എങ്ങനെയാണ്? അത് നിയമപരമാണോ? അവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് അവർക്ക് ലഭ്യമായിട്ടുണ്ട് എങ്കിൽ അത് ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള FCRA ഗൈഡ് ലൈൻസ് അനുസരിച്ചാണോ അവർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഇത് കേവലമായിട്ടുള്ള ഒരു സാമ്പത്തിക അതിക്രമം അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേട്
എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞിരുന്ന അവരുടെ 3 പ്രത്യക്ഷമായിട്ടുള്ള പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ, നീതി, സ്വാതന്ത്ര്യം, സുരക്ഷിതത്വം എന്നിവയെ സമൂഹത്തിൽ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ടോ എന്ന രീതിയിലേക്കുള്ള സംശയം പൊതുവെ സമൂഹത്തിലുണ്ടാകുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് ഇപ്പോ ഈ ഏറ്റവും അടുത്ത സമയത്ത് ഒരു 3-4 ദിവസങ്ങൾക്ക് മുൻപ് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ വീടുകളിലും അവരുടെ തന്നെ മറ്റേ ഓഫീസ് പ്രമിസുകളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഇഡിയുടെ റെയ്ഡ് ഉണ്ടാകുന്ന സമയത്ത് അവർ നടത്തിയിരിക്കുന്ന ചില പ്രസ്താവനകൾ ശ്രദ്ധേയമാണ്. ഒന്നാമതായി അവർ പറയുന്നത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന BJP ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിരോധത്തോടു കൂടി പോപ്പുലർ ഫ്രണ്ടിനെ നോക്കിക്കാണുന്നുവെന്നും അവർക്കെതിരായിട്ട് പ്ലാൻഡ് ആയിട്ടുള്ള ചില നടപടികൾ സ്വീകരിക്കുന്നു എന്നുമാണ് അവർ പറയുന്നത്. അപ്പൊ അത് ഇവരുടെ നയങ്ങളെ, അതിപ്പോ പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലോ അല്ലെങ്കിൽ കർഷക ബില്ലുകളാണെങ്കിലോ അതിനെ എതിർക്കുന്ന ആൾക്കാരെ, അത്തരത്തിലുള്ള എതിർ സ്വരങ്ങളെയൊക്കെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയും അവർക്കെതിരെ ഇല്ലാത്ത കേസുകൾ ചുമത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം, അതിനാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന പോപ്പുലർ ഫ്രണ്ടിൻ്റെതായിട്ട് വന്നു. അവരുടെ പല നേതാക്കന്മാരും ടെലിവിഷൻ ചർച്ചകളിലൊക്കെ തന്നെ അതിനെപ്പറ്റി പറയുന്നത് ഞാൻ കണ്ടു. ഞാൻ തന്നെ പങ്കെടുത്ത ദേശീയ തലത്തിലുള്ള ഒരു ചർച്ചയിൽ പോലും പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെല്ലാം പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ BJP അവർക്കെതിരെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി അവർ പ്രവർത്തിക്കുന്നുവെന്നാണ്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ മെയ് 2018 അവർ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഒരു കേസ് എടുത്തിരുന്നു. ആ കേസ് എടുത്തിരിക്കുന്നതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് 2013 NIA പോപ്പുലർ ഫ്രണ്ടിനെതിരെ എടുത്തിരുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള തുടരന്വേഷണത്തിന്റെ ഭാഗമായി ED തന്നെ എടുത്തിരിക്കുന്ന ഒരു കേസാണ്. അപ്പൊ 2013 കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA സർക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനത്തിൽ NDAക്കോ അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന BJPക്കോ എന്തെങ്കിലുമുള്ള പ്രത്യക്ഷ ലക്ഷ്യങ്ങളുണ്ട് എന്ന് കരുതാൻ വയ്യ. തന്നെയുമല്ല, അതിനും കുറച്ചു നാൾ മുമ്പ് 2010 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ VS അച്യുതാനന്ദനാണ് ഡൽഹിയിൽ വെച്ച് ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമായിരുന്നു. അടുത്ത ഒരു 20 വർഷത്തിനകം കേരളത്തിനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ടിന് ഒരു അജണ്ടയുണ്ട് എന്നും അതിന് ഭാഗമായിട്ട് അവർ മതപരിവർത്തനം, തീവ്രവാദ പ്രവർത്തനം തുടങ്ങിയ പല കാര്യങ്ങളും ചെയ്യുന്നു എന്നും പറഞ്ഞു. അന്ന് ഇത് നമ്മുടെ കേരള നിയമസഭയിൽ ഒരു സബ്മിഷനായി കോൺഗ്രസിൽ നിന്നുള്ള ശ്രീ K. ബാബു ഉന്നയിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദനെ സഭയുടെ അകത്തും പുറത്തും ഒരേപോലെ തന്നെ സംരക്ഷിച്ചു നിർത്തിയ പാർട്ടി കൂടിയാണ് CPM. ശ്രീ പിണറായി വിജയനൊക്കെ അന്ന് വളരെ ശക്തയുക്തമായിട്ട് ശ്രീ VS അച്യുതാനന്ദന്റെ പിന്നിൽ അണിനിരക്കുകയും അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയും ചെയ്തു. 2012 ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്താണ് കേരള ഹൈക്കോടതിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പഴയ നിരോധിക്കപ്പെട്ട സിമിയുടെ അതേ ലീഡർഷിപ്പ് തന്നെയാണ് എന്നും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആശങ്കാകുലമാണ് എന്നും പറഞ്ഞ് കോൺഗ്രസിന്റെ തന്നെ സർക്കാർ, അത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുന്നത്. തന്നെയുമല്ല 2017 നമ്മുടെ നിലവിലുള്ള സർക്കാരിന്റെ കാലത്ത്, CPM സർക്കാരിന്റെ കാലത്ത് DGP ശ്രീ ലോക്നാഥ് ബെഹ്റ തന്നെയാണ് ലഭിച്ചിരിക്കുന്ന ചില പരാതികൾ, ആ പരാതികളുടെ സ്വഭാവം എന്ന് പറയുന്നത് വീണ്ടും സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ഒരു ആരോപണം അദ്ദേഹത്തിന് ലഭ്യമാകുകയും ഒരു പരാതി അദ്ദേഹത്തിന് ലഭ്യമാവുകയും അതിനു പുറത്ത് സംസ്ഥാനം തന്നെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു റെയ്ഡ് നടപടികൾ അത് ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലായി ഏതാണ്ട് 20-ൽ പരം, ഒരു 2 ഡസനിൽ പരം അവരുടെ ഓഫീസുകളിലും നേതാക്കന്മാരുടെ വീടുകളിലുമൊക്കെ ഒരേ സമയത്ത് ED ഒരു വലിയ റെയ്ഡ് ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് കേവലം കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രത്യക്ഷ വിരോധമാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നതിന് ന്യായമോ അടിസ്ഥാനമോ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം രാജ്യത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ രീതിയിലുള്ള സമീപനം തന്നെ അവർക്കെതിരെ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീ റൌഫാണ് ഇവിടെ വിശദീകരിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. നേരത്തെ സൂചിപ്പിച്ച അവരുടെ 3 പ്രഖ്യാപിത ആശയങ്ങൾ, അതിന് ഈ നടപടികളുമായിട്ടും റെയ്ഡുമായിട്ടും എന്താണ് ബന്ധം? അത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നിൽ നിർത്തി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ടിന് സാധിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ അതെന്തുകൊണ്ട് എന്നുള്ള വിശദീകരണം നൽകേണ്ടത് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായിട്ടുള്ള ശ്രീ റൌഫിന് തന്നെയാണ്. അത്തരത്തിലൊരു പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനെ വളരെ സ്വാഗതാർഹമായി ഞാൻ കാണുന്നു. ജിക്ക് റൌഫ് ഇതുവരെ എത്തിയിട്ടില്ല, എത്തും എന്ന് പറഞ്ഞു, നമ്മളോട് സമ്മതിച്ചു, ഫോട്ടോ അയച്ചു തന്നു. പക്ഷേ ഇതുവരെ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കാൻ എത്തിയിട്ടുമില്ല, ഫോൺ എടുക്കുന്നുമില്ല. ഇപ്പോൾ വിളിക്കുമ്പോൾ മുൻപ് ഞാൻ അദ്ദേഹത്തിനോട് ഒപ്പം മറ്റൊരു ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അദ്ദേഹം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും. ഓക്കെ ശ്രീ P. രാജൻ, ഈ ശ്രീജിത്ത് പണിക്കർ നിർത്തിയെടുത്തുന്നത് തുടങ്ങാം. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന അവരുടെ പ്രഖ്യാപനം, അതോടൊപ്പം 2050 ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക എന്ന ലക്ഷ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. എന്താണ് അങ്ങയുടെ നിരീക്ഷണം?
ഇത് സ്വാഭാവികമായ ഒരു കാര്യം തന്നെയാണ്. യഥാർത്ഥ ഇസ്ലാം മതഭക്തരെല്ലാവരും തന്നെ ഒരു ഖിലാഫത്തിന്റെ കീഴിൽ ലോകത്തെ മുഴുവൻ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോ ഒരു പരിഭ്രാന്തിയാണ് സത്യത്തിൽ ആ ചിന്താഗതിയിൽ പെട്ട ആളുകൾക്കുണ്ടായത്. അവർക്ക് മാത്രമല്ല, അവരെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്താങ്ങുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികൾക്കും ഈ ഒരു പരിഭ്രാന്തി അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാരണം അപ്രതീക്ഷിതമായി നരേന്ദ്രമോദിക്കുണ്ടായ ആ വിജയം, അത് അവരുടെ പദ്ധതിയിൽ നിന്ന് പുറത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തങ്ങൾക്ക് ഇല്ലാത്ത എന്തോ ഒരു വലിയ ഭീഷണി നേരിടുന്നു എന്ന് മനഃശാസ്ത്രപരമായി അവർ സ്വയം ചിന്തിക്കുകയാണ്. സഹതാപത്തോടു കൂടിയാണ് ഞാൻ ഇതിനെ കാണുന്നത്. സഹതാപം എന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നതല്ല, ആ മതഭ്രാന്തനോടുള്ള സഹതാപം. കാരണം ഇത്ര ചിന്താശക്തി ഇല്ലാത്തവരായി പോയല്ലോ. ഒരു മതം ചെറുപ്പം തൊട്ട് ആളുകൾ കുത്തിവെച്ചാൽ എന്തുമാത്രം അവർക്ക് സ്വതന്ത്രമായും സത്യസന്ധമായും വസ്തുതകളെ മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ ആകും എന്നുള്ളതിന്റെ ഒരു തെളിവായി കാണുന്നതുകൊണ്ടാണ്. പക്ഷെ അതിനകത്തൊരു പോസിറ്റീവ് വശം ഇപ്പോ കാണാൻ ഉണ്ട്. ഈ ഡിസംബർ 6 ആരും അറിയാതെ തന്നെയാണ് അങ്ങോട്ട് പോയത്. ഒരു 2-3 കൊല്ലം മുമ്പ് വരെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മിക്കവാറും ഇവിടെ ഒരു 4 പോസ്റ്ററെങ്കിലും കാണാറുണ്ട്. അതായത് ഈ കാലഘട്ടത്തിൽ ഡിസംബർ 6 മറക്കരുത്. എന്താണ് ഈ ഡിസംബർ 6? ഡിസംബർ 6 എന്താ എന്ന് ചോദിച്ചാൽ ബാബറി മസ്ജിദ് തകർത്ത ദിവസമാണ്. അത് ഇവരിങ്ങനെ വർഗീയമായി മുസ്ലിമുകളെ സംഘടിപ്പിക്കാനും എന്തോ തങ്ങൾക്ക് കൈമോശം വന്നു, നഷ്ടപ്പെട്ടിരിക്കുന്നു, തങ്ങൾ മുഴുവൻ ആക്രമിക്കപ്പെടാൻ പോകുന്നു എന്ന ചിന്താഗതി പാവപ്പെട്ട മുസ്ലിമുകളുടെ ഇടയിൽ കുത്തിവെക്കുന്നതിന് വേണ്ടി വിനിയോഗിച്ചിരുന്ന ഒരു ദിവസമാണത്. അത് ഈ വർഷം പഴയ പോലെ ഇല്ലാതെയായി. അതിന്റെ കാരണം രാമക്ഷേത്രം പണി തുടങ്ങിയത് മാത്രമല്ല, സത്യത്തിൽ അത് വേണമെങ്കിൽ ഇവരുടെ ചിന്താഗതി അനുസരിച്ച് കൂടുതൽ ഉപയോഗിക്കാം. അതായത് ഇനി എല്ലാ പള്ളികളും 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3ാമത്തെ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പാവപ്പെട്ട മുസ്ലിമുകളെ അവരുടെ ആശയത്തിന്റെ പിന്നിൽ അണിനിരത്താനും അവർക്ക് കഴിയുമായിരുന്നു പരീക്ഷിക്കേണ്ടത് തന്നെയായിരുന്നു. അത് പരീക്ഷിക്കാതെ പോയത് അവർ വിചാരിക്കാതെ ഉണ്ടായ ആ തിരിച്ചടിയാണ്. അതായത് മോഡിയുടെ വമ്പിച്ച വിജയവും ഈ അതിനെതിരായി CAA ബില്ലിന്റെ കാലത്ത്, പൗരത്വ ഭേദഗതി ബില്ലിന്റെ കാലത്ത് നടന്ന പ്രക്ഷോഭണം ചീറ്റിപ്പോയതും ആരും പ്രതീക്ഷിക്കാത്ത കോവിഡ് സംഭവവും എല്ലാം കൂടി ചേർന്നാണ്. ഇവര് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിരുന്ന ആൾക്കാരുണ്ട്. അതായത് ചൈനയുടെയും പാകിസ്ഥാന്റെയും സഹായത്തോടു കൂടി ഈ ഇന്ത്യയെ ശിഥിലമാക്കുന്നതിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. നേരത്തെ തന്നെ 2050 കാര്യവും സുരേഷ് ചൂണ്ടിക്കാണിച്ചു. അതേപോലെ തന്നെ ഈ മതഭ്രാന്തന്മാരുടെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്താഗതി ഉണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ ഈ പദ്ധതി ഒരു പരിധി വരെ മുന്നോട്ട് പോയി. അതായത് ഇസ്ലാമിക ജനസംഖ്യ വർദ്ധിച്ചു വന്നു. അമേരിക്കയിൽ നടത്തിയ ഒരു ഗവേഷണ പ്രകാരം ഒരു പ്രത്യേക പെർസെന്റേജ് എത്തിക്കഴിഞ്ഞാൽ ഇവർ ഉടനെ സെപ്പറേറ്റിസം തുടങ്ങും. അത് ഇവരുടെ സ്വഭാവമാണ്. ഹലാൽ എന്നും പറഞ്ഞ് സാധനങ്ങൾ വാങ്ങിക്കുന്നത് മുസ്ലിം കടയിൽ നിന്നാക്കുക, ഭക്ഷണം മുഴുവൻ മുസ്ലിമുകളുടെ നിന്നാക്കുക. അങ്ങനെ ഭിന്നത, വിഭാഗീയത ഈ ഇസ്ലാം മതത്തിന്റെ ശ്രീ പി രാജൻ, 30% ആ സംഖ്യ. കേരളം അതിനടുത്ത് എത്തിയിരിക്കുന്നു. അതെ, അതായിക്കോട്ടെ, 30% എന്നൊക്കെ അതൊരു തരം സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കുകളായതുകൊണ്ട് നമുക്ക് അത് കൃത്യമായ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പദ്ധതി അവരുടെ മനസ്സിൽ അതിന്റെ നേതാക്കൾക്കുണ്ട്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് ഈ ഖിലാഫത്ത് സ്ഥാപിക്കുക എന്നുള്ളത് തങ്ങളുടെ മതപരമായ ദൗത്യമാണെന്ന് വിശ്വസിക്കുന്നതിന്റെ ഫലം കൂടിയാണ്. അതുകൊണ്ടാണ് ഓരോ വാക്കും ജിഹാദി എന്നൊക്കെ ചേർത്ത് പറയുന്നത്. ലവ് ജിഹാദ് എന്നൊക്കെ പറയാൻ കാരണം വെച്ചാൽ ഈ ജിഹാദിന്റെ ഭാഗം, ആ ജിഹാദിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ മതപരമായ ഒരു ത്യാഗത്തിന്റെ, മതപരമായ ഒരു സമർപ്പണത്തിന്റെ ആണ് ജിഹാദ് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമാണ് ഈ പരിവർത്തനം. അത് കല്യാണത്തിലൂടെ കേവലം വാളുകൊണ്ട് മാത്രമാണ് ഈ പരിവർത്തനം നടത്തിയെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. 3 കാര്യങ്ങൾ അതിന് കാരണമുണ്ട്. ഒന്ന്, ഹിന്ദുക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന അവരുടെ ഇടയിൽ ഇല്ലെന്നല്ല, താരതമ്യേനയുള്ള സമത്വഭാവം, ജാതി ചിന്തയുടെ അതീതമായ സമത്വഭാവം ഒന്ന്. 2ാമത്തെ കാര്യം കല്യാണവും വാള് ഉപയോഗിക്കൽ. 3ാമത്തെ, ഈ 3 മാർഗത്തിലൂടെയും ഇസ്ലാമിക പ്രചരണം നടന്നിട്ടുണ്ട്. ഈ കാലത്ത്, ഈ കഴിഞ്ഞ 1400 കൊല്ലമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോ യൂറോപ്പിന്റെ ആ കുരിശുയുദ്ധ പശ്ചാത്തലത്തിൽ അവർ ഏതാണ്ട് ഒരു തരം കുറ്റബോധത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ലിബറലിസത്തിന്റെ പേരിൽ ഇസ്ലാമിന് ഒക്കെ തന്നെ
അഭയാർത്ഥികളായി വരുന്നവർക്കെല്ലാം അതാണ് CIA ഒക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചത്. വരുന്നവനെല്ലാം ഒരു രാജ്യത്തും അങ്ങനെയില്ല, ഒരു നിയന്ത്രണവും ഇല്ലാതെ കയറ്റണം എന്നുള്ള, ഇസ്ലാമിന്റെ മർദ്ദനം കൊണ്ട് വരുന്ന ഇസ്ലാമികളെ പോലും കയറ്റണം എന്നാണ് ഈ യാതൊരു യുക്തിയില്ലാത്ത തരത്തിലുള്ള ഇസ്ലാമിക പീഡനത്തെ പറ്റി പറഞ്ഞു വരുത്തുക. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന നൈസ മുസ്ലിമാണ്. അത് രാഷ്ട്രീയ അധികാരവും പണവും ഒരേപോലെയുള്ളവർ പിന്നെയും സാമൂഹികമായി, നേരത്തെ നീതി എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുമെന്ന് കള്ളപ്രചരണം നടത്തുകയാണ്. എങ്ങനെയാണ് സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനും അതേസമയം തന്നെ ഭരണാധികാരവും ഉള്ളവരും പാകിസ്ഥാനിൽ ചേരാൻ പോയവരുമാണ്. ഹൈപ്പത്ത് നേരത്തെ ഒവൈസിയുടെ റസാക്കർമാരൊക്കെ അവര് പീഡിതരാണെന്ന് പ്രചരിപ്പിക്കുകയാണ്. എന്തെങ്കിലും യുക്തി ഉണ്ടായിട്ടാണോ? ഇതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം മുസ്ലിം നേതൃത്വം ആരും തന്നെ ഇത് ശക്തമായിട്ട് പരസ്യമായി എതിർക്കുന്നില്ല എന്നുള്ളതാണ്. എന്ത് പീഡനമാണ്? 1000 കൊല്ലം ഭരിച്ചു എന്ന് സ്വയം അഭിമാനിക്കുന്നവർക്ക് ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്തിൽ അവർ സ്വയം പീഡിതരാന്ന് പറയുന്നതിൽ വല്ല യുക്തിയുണ്ടോ? സത്യത്തിൽ ഒരു നിഷ്പക്ഷമായി നോക്കുന്ന ആൾക്ക് ഇവിടെ മുസ്ലിം ബ്രാഹ്മണരുടെ അത്ര അങ്ങനെയാണെങ്കിൽ മുസ്ലിമുകൾ അവരെക്കാൾ എത്രയോ ഉയർന്ന നിലയിൽ ഈ ബ്രാഹ്മണർ ഇത്തരം കാലമായിട്ട് ഈ രീതിയിൽ സാമ്പത്തിക ശക്തിയല്ലല്ലോ അവര്. സാമ്പത്തിക ശക്തിയും രാഷ്ട്രീയ ശക്തിയും ഒന്നിച്ച് ചേർന്നിട്ട് പോലും ഞാൻ ഈ പറയാൻ കാര്യം നീതി നീതി എന്നുള്ള ഒരു വാക്ക് 3 മുദ്രാവാക്യം ഇവർ വിളിച്ചുകൊണ്ട് ഇവർ സ്വയം മനഃശാസ്ത്രപരമായി അവർ നീതി നിഷേധിക്കപ്പെട്ടവരാണെന്ന് തോന്നുന്നുകൊണ്ടുള്ള ഫലമാണ്. അതിന്റെ കാരണം ഈ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള നേതാക്കള് തങ്ങളാണ് ഈ രാജ്യം ഭരിക്കേണ്ടവരെന്ന് ഇന്റേണലൈസ് ചെയ്തിട്ട് തോന്നുന്നതാണ്. ഒരു രാജ്യത്തെ ഭൂരിപക്ഷം ജനതയ്ക്ക് അവർക്ക് ഭരിക്കാനുള്ള അവകാശമില്ലേ, വോട്ട് കിട്ടി. അതിനെപ്പറ്റി പോലും പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല. പാകിസ്ഥാൻ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഖൈബർ പാസില്, അതായത് ഗസനി വന്ന വഴിയാണ്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, അവരുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ്. ഹിന്ദുസ്ഥാനിൽ ഹിന്ദുക്കളുടെ ആധിപത്യം അവസാനിപ്പിച്ചു എന്ന്. ഹിന്ദുസ്ഥാനത്തിൽ പോലും ഹിന്ദുക്കളുടെ ആധിപത്യം പാടില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് എന്ത് ജനാധിപത്യ ബോധമാണ് ഉള്ളത്? സെക്കുലർ ഡെമോക്രസി അല്ല ഇവരുടെ ചിന്താഗതി. ഇസ്ലാം സെക്കുലർ ഡെമോക്രസിക്ക് എതിര് തന്നെയാണ്. ഈ സത്യം ആരെങ്കിലും തുറന്നു പറയാത്തോടത്തോളം കാലം അവർക്ക് ഒരു തരം ആത്മപരിശോധനയ്ക്ക് സാധ്യതയില്ല. ഇപ്പൊ ആത്മപരിശോധന നടത്താൻ നിർബന്ധിതമായി കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു കാരണം, ഒരു ലക്ഷണമാണ് ഈ ഡിസംബർ 6 വലിയ വെപ്രാളം കാണിക്കാൻ പറ്റാതിരുന്നത്. കാരണം അതിനേക്കാൾ വലിയ സംഭവത്തിൽ പിടിവീണിരിക്കുന്നു. പണിക്കര് ചൂണ്ടിക്കാണിച്ചു. പണിക്കര് ഈ കാര്യം വളരെ നന്നായിട്ട് ചരിത്രപരമായി പഠിക്കുന്ന ആളാണ്. എനിക്ക് അതിന്റെ ഡേറ്റ് ഒന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും പത്രത്തെ വായിച്ച ഓർമ്മ എനിക്കുണ്ട്. പോപ്പുലർ ഫണ്ടിനെ പോലെയുള്ള ആളുകൾ എല്ലാ തരം വിധ്വംസക പ്രവർത്തനം നടത്തുന്നതും സാമ്പത്തികമായി അവിഹിതമായ രീതിയിൽ അവര് പണം ശേഖരിച്ചിട്ടാണ് അതിന് വിനിയോഗിക്കുന്നത്. ആയുധം വാങ്ങുന്നതിന് അപ്പൊ ഒരു അഴിമതി നിങ്ങൾ ഒരു പുണ്യകർമ്മമായി ധർമ്മത്തിന്റെ ഭാഗമായി തോന്നിയ എല്ലാ അഴിമതികളും അത് ബാധിക്കും. അപ്പൊ സ്മഗ്ലിംഗ് ഉണ്ടാവും, കള്ള നോട്ടടിക്കാൻ നോക്കും. തീവണ്ടിയിൽ തന്നെ കൊച്ചിയിൽ വന്നിറങ്ങിയ 2 വാഗന്റെ കാര്യം പറയുന്നുണ്ട്. കള്ളപ്പണം ഉണ്ടാവും. ഇത് ആയുധം വാങ്ങാൻ ഉപയോഗിക്കും. അപ്പൊ പണമില്ലാതെ വരുമ്പോൾ അതിനെ കൊള്ളയടിക്കാം, അതിനൊരു നീതി വരും. ധർമ്മബോധമേ ഇല്ലാതെയാവും. എന്റെ ഒരു സുഹൃത്ത് എന്നോട് വളരെ വിശ്വസനീയമായി പറഞ്ഞത് LTTE കാലത്തുണ്ടായതാണ്. ഇവിടെ അവര് ഈ LTTE നേതാവ് പ്രഭാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാര് തൃശ്ശൂര് ഒളിച്ചു താമസിക്കുന്ന സമയത്ത് അവരെ കാണാൻ പോയപ്പോ നമ്മുടെ ഇവിടുത്തെ നക്സലേറ്റുകൾ ചില സുഹൃത്തുക്കൾ അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് പണമില്ലാത്ത ബുദ്ധിമുട്ടുണ്ട്, ആയുധം വാങ്ങിക്കാന്ന്. അവര് പുച്ഛിച്ചോട്ട് പറഞ്ഞു, 2 ബാങ്ക് നിങ്ങൾക്ക് കൊള്ളയടിച്ചാൽ എന്താ പ്രശ്നം എന്ന്. തീർച്ചയായിട്ടും അതെ, ഒരു ക്രിമിനൽ സംഘം വന്നു കഴിഞ്ഞാൽ അത് ആ ക്രിമിനൽ നടപടിയെ ധർമ്മപരമായി ന്യായീകരിച്ചാൽ എല്ലാ ക്രിമിനാലിറ്റിയിലേക്കും വന്ന് ചെന്ന് ചേരും. അങ്ങനെയാണ് പാവം പോപ്പുലർ ഫണ്ടിനും ഈ പിടിത്തരത്തിൽ ചെന്ന് ചാടിയിരിക്കുന്നത്. പണം ആദ്യം കിട്ടും. അതിലേക്ക് വരാം. ഒരു ഇടവേള അനിവാര്യമായിരിക്കുന്നു. അതിലേക്ക് വരാം. ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീ റഷീദ് പാനൂർ, അങ്ങക്ക് കേൾക്കാമെന്ന് കരുതുന്നു. ഈ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ, അല്ലെങ്കിൽ 2050 ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആ ലക്ഷ്യത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ക്വൈറ്റ് ഇംപോസിബിൾ. കാരണം ഇന്ന് ഇന്ത്യയിലെ ടോട്ടൽ മുസ്ലിം പോപ്പുലേഷൻ ഏതാണ്ട് 18 കോടിയോളം വരും. അത് ഗവൺമെന്റിന്റെ കണക്കാണ്. അത് ഒരു പക്ഷേ 20 ക്രോസിനപ്പുറത്തേക്ക് കവിയാനും സാധ്യതയുണ്ട്. അതിലെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ UP, ബീഹാർ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഈ സംസ്ഥാനങ്ങളിൽ ഇല്ലിറ്ററേറ്റ് ആയ അല്ലെങ്കിൽ അൺലെറ്റേഡ് ആയ ഒരു മാസ് ആണ് മുസ്ലിം സമുദായം.
യുപിയിലെ മുസ്ലിം സാക്ഷരതയെക്കുറിച്ച് ഒരു പ്രമുഖ മുസ്ലിം സംഘടന 4-5 വർഷം മുമ്പ് പുറത്തിറക്കിയ ഒരു പുസ്തകത്തിൽ പറയുന്നത് യുപിയിലെ മുസ്ലിം സ്ത്രീകളുടെ സാക്ഷരത 14% മാത്രമാണ്. ബീഹാറിൽ 14%-നും താഴെയാണ്. അപ്പോ ഒരു ലേമൻ അല്ലെങ്കിൽ ഒരു വർക്ക് കൾച്ചർ പോലും ഇല്ലാത്ത, അതായത് ഈവൺ അധികൃത വിഭാഗത്തിന് പിറകിലാണ് ഇന്ത്യയിലെ മുസ്ലിംസ്. ആകെ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും തല ഉയർത്തി നിൽക്കുന്ന മുസ്ലിം സമുദായം ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമാണ്. അപ്പൊ ഇവിടെ വർഗീയ കോമരങ്ങളായി തുള്ളുന്നവർ, ഇന്ത്യ ഇസ്ലാമൈസ് ചെയ്യണമെന്നൊക്കെ കരുതുന്നവരും പ്രചരിപ്പിക്കുന്നവരും ചെയ്യേണ്ടവർ കേരളത്തിലെ വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ പോയി അധികൃതർക്ക് പുറകിൽ കഴിയുന്ന, അല്ലെങ്കിൽ ഗട്ടറിൽ വേംസിനെക്കാളും വേംസ് ആയി കഴിയുന്ന, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഡോഗ്സോട് മല്ലടിക്കുന്ന ഈ സമുദായത്തിന് അല്ലെങ്കിൽ മനുഷ്യർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നവരെ ഇവർ കാഫർ എന്ന് വിളിച്ചിരുന്നു. ഒറ്റ ഉദാഹരണം, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ സയ്യിദ് അഹമ്മദ് ഖാനെ സാമ്പ്രദായിക മുസ്ലിം വിഭാഗം ഇന്നും കാഫർ എന്നാണ് വിളിക്കുന്നത്. പ്രേം നസീറിനെയും മുഹമ്മദ് ബഷീറിനെയും പോലുള്ളവരെയും വലിയൊരു ഭാഗം പേര് അംഗീകരിക്കുന്നില്ല. അപ്പൊ ദയനീയമാണ്, അല്ലെങ്കിൽ പരമദയനീയമാണ് ഇന്ത്യയിലെ മുസ്ലിംസിന്റെ അവസ്ഥ. ആ കേരളം കണ്ടുകൊണ്ട് കഴിഞ്ഞ 50 വർഷമായി ഒരു വീട്ടിൽ നിന്ന് 4, 5, 6, 7 പേർ ആ മിഡിൽ ഈസ്റ്റിലേക്ക് പോയി, ക്രിസ്ത്യൻസ് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോയി. ആ സമൃദ്ധമായ ഒരു സമൃദ്ധമായ ഒരു സാമ്പത്തിക ഘടന ഒരു 10-15% മുസ്ലിംസ് ആസ്വദിക്കുന്നുണ്ട്. മറുഭാഗത്ത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള കടൽ തീരത്തെ ധീവരന്മാരിൽ 70% മുസ്ലിംസാണ്. അവരുടെ വീടുകളെ കുറിച്ചോ അവരുടെ ചോപ്പടികളെ കുറിച്ചോ അവരുടെ ഹട്ട്സിനെ കുറിച്ചോ ഈ സംഘടനകൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ പ്രശ്നം റോട്ടി കപ്പടെ അവർ മഖാൻ എന്നുള്ളതാണ്. അവിടെയാണ് ക്രിസ്ത്യൻസ് ഒക്കെ വിജയിക്കുന്നത്. ഇസ്ലാമിനേക്കാളും കൂടുതൽ സെക്ടേറിയനിസമുള്ള മതമാണ് ക്രിസ്തു മതം. ലോകത്തിൽ 280 കോടി ക്രിസ്ത്യൻസിൽ 46 ഉപവിഭാഗങ്ങളുണ്ട്. ഈ ഉപവിഭാഗങ്ങൾ തമ്മിൽ മല്ലടിച്ചും പരസ്പരം കൊന്നു തള്ളിയത് 1ഉം 2ഉം ലോകമഹായുദ്ധത്തെക്കാൾ കൂടുതൽ ആളുകൾ എന്ന് പറയുന്നത് ഞാനല്ല, ടോയിൻബി തന്റെ മാൻകൈൻഡ് എന്ന മദർത്തിൽ പറയുന്നത് ലോകത്തിൽ ഇന്നേവരെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് ക്രിസ്ത്യൻസിന്റെ ഇടയിലുള്ള സെക്ടേറിയനിസത്തിന്റെ പേരിലാണ്. ഒരേ പരിശുദ്ധ ഖുർആനാണല്ലോ ഷിയാക്കളും സുന്നികളും വായിക്കുന്നത് അല്ലെങ്കിൽ ഓതുന്നത്. പക്ഷേ പ്രാർത്ഥനാ രീതിയിൽ മാറ്റമുണ്ട്, പള്ളികളിൽ നിന്നുള്ള ബാങ്ക് വിളിയിൽ മാറ്റമുണ്ട്. ആകാം അതൊരു ഐഡിയോളജിക്കൽ ഡിഫറൻസ് ആണെങ്കിൽ ആകാം. പക്ഷേ ഷിയ സുന്നികളെ അരിഞ്ഞു തള്ളുന്നു, സുന്നി വിഭാഗം ഷിയാക്കളെ അരിഞ്ഞു തള്ളുന്നു. ഇപ്പൊ പാകിസ്ഥാൻ ഒരു മുസ്ലിം കൺട്രിയാണ്. പാകിസ്ഥാനിലെ 17% വരുന്ന ഷിയാക്കളാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് സുന്നികൾ പറയും. സുന്നികളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയെന്ന് ഷിയാക്കളും പറയും. ഇവരുടെ കൂട്ടത്തിൽ പാവപ്പെട്ട അഹമ്മദിയ വിഭാഗം ഇന്നും എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ആണ്. അപ്പൊ ഇസ്ലാം ലോകത്ത് നേരിടുന്ന പ്രശ്നം സെക്ടേറിയനിസമാണ്. ക്രിസ്ത്യൻസ് ഒരു പരിധിവരെ പരസ്പരമുള്ള കൊല 1ഉം 2ഉം ലോകമഹായുദ്ധത്തിന് ശേഷം അവരൊരു പാഠം പഠിച്ചു കഴിഞ്ഞു. സെക്ടേറിയനിസത്തിന്റെ പേരിലുള്ള രക്തപ്പുഴകൾ ക്രിസ്ത്യാനിറ്റിക്ക് മൊത്തം ദോഷം ചെയ്യും എന്ന വലിയൊരു പാഠം അവർ പഠിച്ചു. അവർ പരസ്പരമുള്ള കൊലവിളി നിർത്തി. ജുഡൈസ്റ്റുകളുടെ ഇടയിൽ 4 വിഭാഗങ്ങളുണ്ട്. അവർ പരസ്പരം അധികമൊന്നും തമ്മിലടിക്കാറില്ല. പക്ഷെ ഇന്ന് സെക്ടേറിയനിസത്തിന്റെ പേരിൽ ഒരു ദിവസം ലോകത്ത് 10,000-കണക്കിന് മുസ്ലിംസ് ആണ് കൊല്ലുന്നത്. ഒരൊറ്റ കാര്യം കൂടി, ഇന്ത്യ ഡിവൈഡ് ചെയ്ത് ഇന്ത്യ പാകിസ്ഥാൻ എന്ന 2 രാജ്യങ്ങൾ ഉണ്ടായപ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശ് ഉൾക്കൊള്ളുന്ന ഭൂവിഭാഗം പറഞ്ഞത് ഇന്ത്യ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാതൃഭാഷ ബംഗാളി ആയിരിക്കണം. കാരണം ഉറുദു ആക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായില്ല. വിഭജനം നടന്ന 3ാമത്തെ ദിവസം ഢാക്ക യൂണിവേഴ്സിറ്റി, ഇന്നത്തെ ഢാക്ക യൂണിവേഴ്സിറ്റിയുടെ ഏരിയയിൽ വലിയ കലാപം നടന്നു. 250 പേരാണെന്ന് മരിച്ചത്. പിന്നീട് ഈ ലാംഗ്വേജിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ 25 ലക്ഷം ആളുകൾ മരിച്ചു എന്ന് ഡോക്ടർ അമൻ ഹുർലോക്കി പറയുന്നു, സോഷ്യലിസ്റ്റ് ചിന്തകൻ. ഇവിടെ കൊല്ലുന്നവരാണ് മുസ്ലിംസ്, കൊല്ലപ്പെടുന്നവരാണ് മുസ്ലിംസ്. അപ്പൊ മതത്തിന്റെ പേരിൽ ആ മനുഷ്യനെ യുണൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബൈബിൾ മാത്രം വായിച്ചുകൊണ്ട് ലോകമെമ്പാടും ആളുകളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരാം, ഖുർആൻ മാത്രം വായിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള മുസ്ലിംസിനെ യൂണിഫൈ ചെയ്യാം എന്നുള്ളതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. കാരണം പ്രവാചകന്റെ കാലഘട്ടം കഴിയുമ്പോഴേക്കും സെക്ടേറിയനിസം ആരംഭിച്ചു. പിന്നീട് ഇസ്ലാമിൽ വലിയ പിളർപ്പാണ് ഇസ്ലാം മതം നേരിട്ടത്.
പിന്നീട് ഇസ്ലാം എന്ന പദത്തിന് അബ്സല്യൂട്ട് സബ്മിഷൻ എന്നുള്ള അർത്ഥമുണ്ട്, രണ്ടാമത് പീസ് എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ പീസ് ഒന്നും പ്രവാചകന്റെ വഫാത്തിന് അല്ലെങ്കിൽ മരണത്തിന് ശേഷം കണ്ടിട്ടില്ല. ഇത് തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ അവസ്ഥ. ജൂതന്മാര് പിന്നെ അംഗങ്ങൾ കുറവാണ്, അവര് 4,40,00,000 ആളുകളിലേ ഉള്ളൂ. അതുകൊണ്ട് സെക്ടേറിയൻ കലാപം കുറവാണ്. അപ്പൊ കമ്മ്യൂണിസത്തിനുള്ള ആഘോഷമാണ് ഈ സെക്ടേറിയനിസത്തിന്റെ പേരിലുള്ള വലിയ തോതിലുള്ള കലാപം ഒന്ന്. രണ്ടാമത് ടു അറ്റൈൻ നോളജ് ഈവൻ ഫ്രം ചൈന എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. ചൈനയിൽ പോയെങ്കിലും വിദൂര രാജ്യങ്ങളിൽ പോയിട്ടെങ്കിലും നിങ്ങൾ വിജ്ഞാനത്തിന്റെ പുതിയ ആകാശങ്ങൾ കീഴടക്കണമെന്ന്. പക്ഷേ ഖുറാനിൽ വളരെ ഡീപ്പർ ലെവലിൽ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അലി ബെബോവിച്ചിന്റെ ഇസ്ലാം രാജമാർഗമൊക്കെ വായിച്ചാൽ അതിന്റെ ഡീപ്പറായ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാവും. ഇവര് പലപ്പോഴും ചെയ്യുന്നത് വളരെ സൂപ്പർഫിഷ്യലായ മീനിങ്ങിലാണ് ഖുറാൻ എടുക്കുന്നത്. അതിൽ ജൂതന്മാർക്കെതിരായിട്ട് ചില പരാമർശങ്ങൾ അംഗീകായിട്ടുള്ളൂ. അത് എല്ലാ കാലത്തിലും വാലിഡ് ആണെന്ന് ഇവർ പറയും. അതൊരു കോണ്ടെക്സ്റ്റൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ജൂതന്മാർക്കെതിരായിട്ടുള്ളത്. അപ്പൊ ലോകത്തിൽ എല്ലാവരും ഞങ്ങളുടെ ശത്രുക്കളാണ്. ക്രിസ്ത്യാനിറ്റി ഞങ്ങളെ ശത്രുവാണ്, ജൂതന്മാര് ഞങ്ങളെ ശത്രുക്കളാണ്, ഇന്ത്യയിലെ ഹിന്ദു വിഭാഗം ഞങ്ങളെ ശത്രുക്കളാണ്. ഇങ്ങനെയൊക്കെ കരുതുന്നത് ഒരു ചെറിയ വിഭാഗം മൈനോറിറ്റിയാണ്. അവർ കൊടുക്കുന്നത് തെറ്റായ വ്യാഖ്യാനമാണ്, അല്ലെങ്കിൽ സൂപ്പർഫിഷ്യലായ വ്യാഖ്യാനമാണ്. ഈ സൂപ്പർഫിഷ്യലായ വ്യാഖ്യാനമാണ് മില്യൺസ് ആൻഡ് മില്യൺസ് ആയി സാധാരണ മുസ്ലിംസിനെ നരക കവാടത്തിലേക്ക് കൊണ്ടുപോകും. ഓക്കെ ഞാൻ വീണ്ടും താങ്കളിലേക്ക് വരാം. പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ, ഈ റഷീദ് പാനൂർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ് കുറച്ചൊക്കെ കേരളത്തിൽ നടക്കുന്നത്. വിവിധ തരം ജിഹാദുകൾ, ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ഇൻ്റലക്ച്വൽ ജിഹാദ്, ഈ തരത്തിലുള്ള ജിഹാദുകളിലൂടെ ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കാനും 2050 ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കാനുമാണ് അവർ ശ്രമിക്കുന്നത്. ക്രിസ്തീയ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയ ഒരാളാണ് താങ്കൾ. എന്താണ് ക്രിസ്തീയ സമുദായത്തിൽ ഇതിൻ്റെ ഇമ്പാക്ട്? ഇതിലെ ക്രിസ്തീയ സമൂഹത്തിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇമ്പാക്ട് എന്ന് പറയുന്നത്, സമുദായം പേടിപ്പിക്കപ്പെട്ടിരിക്കുന്നു, വളരെയേറെ ഭയപ്പെട്ടിരിക്കുന്നു. അത് ലൈറ്റി അൽമായർ ഭയപ്പെട്ടിരിക്കുന്നു, ക്ലർജി ബിഷപ്പുമാരും അച്ഛന്മാരും ഭയപ്പെട്ടിരിക്കുന്നു, മീഡിയ ക്രിസ്ത്യൻ മീഡിയ ഭയപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യൻ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയക്കാരും, പർട്ടിക്കുലർലി കേരള കോൺഗ്രസിലും മാർക്സിസ്റ്റ് പാർട്ടിയിലുമുള്ള ക്രിസ്ത്യൻ ലീഡേഴ്സ് ഭയപ്പെട്ടിരിക്കുന്നു. അവരാരും ഇതിനെ അഡ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയാനോ പോലും തയ്യാറല്ല. അപ്പൊ ഞാൻ ഇവരോടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പം ആദ്യം അവര് ഞങ്ങളെ കുഴപ്പത്തിലാക്കരുത് എന്നുള്ള ഒരു സ്റ്റാൻഡാണ്. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ജീവഹാനി സംഭവിക്കും, അല്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമണങ്ങൾ ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള അതീവമായ ഭയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അതോറിറ്റീസോ അല്ലെങ്കിൽ ഇതിന്റെ ഉന്നത ശ്രേണിയിലുള്ളവർ അമിതമായി ഭയപ്പെടുകയോ ന്യായമായി ഭയപ്പെടുകയോ അത് അവർക്കേ അറിയത്തുള്ളൂ. പക്ഷെങ്കിൽ ഈ ഭയമാണ് ലൈറ്റിയെ, അൽമായരെയും ഇതിനെ എതിർക്കാനും അല്ലെങ്കിൽ ഇതിനെ ഓവർകം ചെയ്യാനും സാധിക്കാതെ വരുന്ന ഒരു പ്രശ്നം. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതീവമായ ഭയം സമൂഹത്തെ, ക്രിസ്തീയ സമൂഹത്തെ ഒട്ടാകെ വിഴുങ്ങിയിരിക്കുന്നു. ആരും ഞങ്ങളെ രക്ഷിക്കാനില്ല. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ 5-5 വർഷം മാറി മാറി ഭരണം നടത്തുന്നവരുണ്ട്. അവർ രണ്ടുപേരും ജിഹാദിനെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഒഫീഷ്യലായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ള കാര്യം സമുദായം മനസ്സിലാക്കി. പക്ഷെ റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഇപ്പോഴും ക്രിസ്ത്യാനികൾക്കുണ്ട്. BJPയുടെ കൂടെ പോകണോ, കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ പോകണോ എന്നുള്ള ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട്. ഇതിനെ ഓപ്പൺ ആയിട്ട് നേരിടണോ? ചില ആൾക്കാർ, അതിൽ ഏറ്റവും തമാശ എന്ന് പറയുന്നത്, ഞങ്ങളുടെ ക്രിസ്തീയ സമൂഹത്തിലുള്ള പല ആൾക്കാരും പറയുന്നത് പ്രാർത്ഥിച്ചാൽ മതി ജിഹാദ് പോകുമെന്നാണ് പറയുന്നത്. അത്രയും എന്താണ് കോമഡിയാണ് ഇതിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഴിയുന്നത് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എവിടെ പ്രാർത്ഥിച്ചാൽ എവിടെ പോയി? ജിഹാദ് എന്ന് പറയുന്നത് ഒരു ടെറർ അറ്റാക്കാണ്. അത് ഏതുതരം ജിഹാദ് ആണെങ്കിലും ഒരു ടെറർ അറ്റാക്കാണ്. അതിന് നിയമം, ഒന്ന് ശക്തമായ നിയമം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, യോഗിജി ഉത്തർപ്രദേശിൽ ഒരു നിയമം കൊണ്ടുവന്നു. സൂത്രത്തിലാണെങ്കിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും യോഗിജിയുടെ നിയമത്തെ കേരളത്തിലെ എല്ലാ ക്രിസ്ത്യാനികളും കഴിഞ്ഞ ആഴ്ച സ്വാഗതം ചെയ്തു. അതൊരു സ്വാഗതാർഹമായ മാറ്റമാണ്. പേടിച്ചിട്ടാണെങ്കിലും അതിന്റെ അടിയിൽ പോയി ഒരു ലൈക്ക് അടിക്കുകയും കമന്റ് അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഒരു ധൈര്യം ഉണ്ടായി വരുന്ന ഒരു ലക്ഷണമാണ്. മാത്രമല്ല, കേരള BJPയുടെ ഈ ഒരു വർഷത്തെ പോളിസി ചേഞ്ച്, അതായത് ക്രിസ്ത്യാനികളുടെ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യും, ക്രിസ്ത്യാനികളെ സംരക്ഷിക്കും എന്നുള്ള കേരള BJPയുടെയും കേന്ദ്ര BJPയുടെയും നയം ക്രിസ്ത്യാനികൾക്ക് ചെറിയ തോതിലെങ്കിലും
പരസ്യമായിട്ട് വന്നില്ലെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ലൈക്ക് അടിക്കാനുള്ള ഒരു ധൈര്യമൊക്കെ പലർക്കും ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതിൽ ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥ കേരളത്തിലെ ക്രിസ്ത്യൻ മീഡിയകളാണ്. അവരാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ പേടിച്ചു പോയിരിക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക് ഓണർഷിപ്പ് ഉള്ള അല്ലെങ്കിൽ പരമ്പരാഗത ക്രിസ്ത്യാനിറ്റിയുടേതായ ഓണർഷിപ്പ് ഉള്ള കേരള മീഡിയ എന്ന് പറയുന്നതാണ് ഏറ്റവും പേടിച്ച് അവശരായി പോയവര്. പിന്നെ കേരളത്തിലെ ക്രിസ്ത്യൻ രാഷ്ട്രീയം ഹാൻഡിൽ ചെയ്യുന്ന കേരള കോൺഗ്രസ്സുകാരാണ് പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുന്നത്. അവര് ഈ പ്രശ്നം, കേരളത്തിലെ ക്രിസ്ത്യൻ മീഡിയയും കേരളത്തിലെ ക്രിസ്ത്യൻ രാഷ്ട്രീയക്കാരും ഈ പ്രശ്നം ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജിഹാദിന്റെ ആ എഫക്റ്റ് കുറയും. അൽമായരും മറ്റുള്ള ആൾക്കാരും കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ ജിഹാദിനെ തടയാൻ മുന്നോട്ട് വരും. നിർഭാഗ്യവശാൽ അത് സംഭവിക്കുന്നില്ല. ക്ലർജി നാച്ചുറലി ഭീരുക്കളാണ്. ഞങ്ങളുടെ പുരോഹിത വർഗം എന്ന് പറയുന്നത് നാച്ചുറലി ഭീരുക്കളാണ്. അവർക്ക് അവരുടേതായ സുഖസൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇടയൻ എന്നൊക്കെ ചുമ്മാ പറയുന്നതാണ്. മുഴുവൻ ആടും മരിച്ചു പോയാലും ഇടയനൊന്നും ഒരു സങ്കടവും ഇല്ല, ഇടയനൊന്നും ഇതിൻ്റെ അകത്ത് ഇടപെടത്തില്ല. അതിപ്പം അൽമാർക്ക് മനസ്സിലായി. ഈ കേരളത്തിലെ ക്ലർജി ഒരു കാരണവശാലും ജിഹാദിനെ തടയത്തില്ല. മാത്രമല്ല സൂത്രത്തിൽ ജിഹാദിനെ സൈഡ് ചെയ്യത്തേ ഉള്ളൂ. ആടുകളെ ഇടയൻ സംരക്ഷിക്കത്തില്ല. അത് കേരളത്തിലെ 20 എപ്പിസ്കോപ്പൽ സഭകളോ പെന്തക്കോസ് സഭയോ ഏത് സഭ ആയിക്കോട്ടെ, അതിന്റെ ഇടയൻ ആടുകളെ സംരക്ഷിക്കത്തില്ല. കേന്ദ്ര ഗവൺമെന്റ് സംരക്ഷിച്ചാൽ മാത്രമേ ഈ ക്രിസ്ത്യാനിറ്റി കേരളത്തിൽ കാണുള്ളൂ. അല്ലെങ്കിൽ 20 വർഷം പോലും എടുക്കത്തില്ല, അതിനകം ക്രിസ്ത്യാനിറ്റി ഇല്ലാണ്ടാകും കേരളത്തിൽ. അത്രയ്ക്ക് ഭയപ്പെട്ടാണ് കേരളത്തിലെ ക്രിസ്ത്യാനി ജീവിക്കുന്നത്. അത് പുറത്ത് പറയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അതാണ് അതിന്റെ സത്യം. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഏത് ലെവലിൽ എത്തുമെന്ന് ആർക്കും പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ജിഹാദ് വന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ജിഹാദ് കേരളത്തെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, കേരളത്തിലെ പോലീസും ജുഡീഷ്യറിയും പോലും ജിഹാദിനെ പേടിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ പോലും കേരളത്തില് ഒരു ജിഹാദി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കേസിലാണ് സത്യസന്ധമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊടുക്കത്തില്ല. അവർക്ക് അനുകൂലമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടേ കൊടുക്കത്തുള്ളൂ. പിന്നെ എങ്ങനെയാ പോലീസും ജുഡീഷ്യറിയും എന്തെങ്കിലും തെളിവുണ്ടോ? താങ്കൾ ജുഡീഷ്യറിയെ കുറിച്ചും പോലീസിനെ കുറിച്ചും ഇങ്ങനെ പറയുമ്പോൾ അതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അവരുടെ പല വിധി ഇതുപോലത്തെ കേസുകളിലുള്ള വിധികൾ വായിച്ചു കഴിഞ്ഞാൽ, കാരണം നമുക്ക് ജുഡീഷ്യറിയെ പറ്റി പറയുന്നതിന് ഇന്ത്യയിൽ ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ അവരുടെ വിധികൾ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പല കേസിലും സംഭവിക്കുന്നത് അറിയാം. അതുപോലെ തന്നെ കൃത്യമായ ശിക്ഷ, പൂർണ്ണമായ ശിക്ഷ കൊടുക്കുന്നതിന് പകരം ചില ന്യായങ്ങളൊക്കെ പറഞ്ഞ് ശിക്ഷകൾ കുറച്ചു കൊടുക്കുന്നു. അതിന്റെ കേസ് ഇവിടെ റെഫർ ചെയ്താൽ പിന്നെ അത് നമുക്കൊരു ലയബിലിറ്റി ആകും. അത് നമുക്ക് TV കൂടെ പറയാൻ പറ്റത്തില്ല. ബട്ട് ഫലത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് ഒരു ശക്തമായ സ്റ്റാൻഡ്, ഇതിനെതിരെ ഒരു ശക്തമായ സ്റ്റാൻഡ് എടുക്കാൻ പോലീസിനോ ഗവൺമെന്റിനോ, ഈവൻ അതിന്റെ ഒരു റിഫ്ലക്ഷൻ തീർച്ചയായിട്ടും ജുഡീഷ്യറി വരുമല്ലോ. പോലീസ് പ്രോപ്പറായിട്ട് കേസ് ഫയൽ ചെയ്താലല്ലേ ജുഡീഷ്യറിക്ക് വിധിക്കാൻ പറ്റത്തുള്ളൂ. തെളിവുകൾ കറക്റ്റായിട്ട് കൊടുത്താലല്ലേ ജുഡീഷ്യറിക്ക് വിധിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് എല്ലാ ഫീൽഡിലും, മീഡിയയിലും പോലീസിലും സമൂഹത്തിൽ വരുന്ന മാറ്റം ജുഡീഷ്യറിയിലും റിഫ്ലക്ട് ചെയ്യും. അത് ഏത് കേസാണെങ്കിലും അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഒരു കേരളത്തെ മൊത്തം ഇത് കീഴടക്കിയിരിക്കുന്നു. അല്ലാണ്ട് ഇനി കീഴടക്കാൻ പോകുന്നു എന്നുള്ളതല്ല. കീഴടക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഡിസ്കഷൻ സംഘടിപ്പിക്കുന്നത്. ഇതൊരു 10 വർഷം മുമ്പിലേ നടക്കേണ്ട ഡിസ്കഷൻ ആയിരുന്നു എന്നുള്ളതാണ്. 10 വർഷം മുമ്പ് ജനം TV തുടങ്ങിയിട്ടില്ല. അത് ശരിയാണ്. വേറെ മീഡിയകൾ ഉണ്ടായിരുന്നല്ലോ, അവര് മറ്റു മാധ്യമങ്ങൾ ഇത് എടുക്കാറുമില്ല. പറയേണ്ടി വരുന്നത്. താങ്കളിലേക്ക് വീണ്ടും വരാം. ഒരു ഇടവേള അനിവാര്യമായിരിക്കുന്നു. ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീജിത്ത് പണിക്കർ, താങ്കൾ നേരത്തെ VS അച്യുതാനന്ദൻ്റെ നിലപാടിനെക്കുറിച്ചും VS അച്യുതാനന്ദനെ CPM സംരക്ഷിച്ചതിനെക്കുറിച്ചും നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. എനിക്കതിൻ്റെ തുടർച്ചയിലേക്കാണ് വരാനുള്ളത്. N കണ്ണൻ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ എന്നുള്ള CPM MLA ആയിരുന്നു. അദ്ദേഹം നിയമസഭയിൽ ഉന്നയിച്ച ഒരു സബ്മിഷൻ, അന്ന് അതിന് മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ചുമതല ഉണ്ടായിരുന്ന T ശിവദാസമേനോനാണ്. അന്ന് നായനാർ സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ശബരിമലയിൽ പോകാനുള്ള കറുപ്പ് വസ്ത്രം മലപ്പുറം ജില്ലയിൽ പലയിടത്തും വിൽക്കാൻ പറ്റുന്നില്ല. നോമ്പ് സമയത്ത് ഇസ്ലാം അല്ലാത്ത മറ്റാളുകൾക്ക് ഹോട്ടലുകൾ തുറക്കാൻ കഴിയുന്നില്ല. ഇതര മതസ്ഥരുടെ ഹോട്ടലുകൾ, ക്രിസ്മസ് സ്റ്റാറുകൾ വിൽക്കാൻ കഴിയുന്നില്ല. കള്ള് ഷാപ്പുകളും സിനിമാ തിയേറ്ററുകളും അത് ഇസ്ലാമിക വിരുദ്ധമാണെന്നുള്ളത് കൊണ്ട് തീ വെച്ച് നശിപ്പിക്കുന്നു. ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് N കണ്ണനാണെന്ന് നിയമസഭയെ പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായിട്ട് 99 ഏപ്രിലിൽ EK നായനാർ പറഞ്ഞു PDPക്കും NDFനും പാകിസ്ഥാൻ്റെ സഹായമുണ്ട്. വീണ്ടും അതിൻ്റെ തുടർച്ചയായിട്ട് അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ, ഇപ്പോഴത്തെ പിണറായി അല്ല, 60 രഹസ്യ പരിശീലന കേന്ദ്രങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. 8 വിധത്തിലുള്ള കോഴ്സുകളാണ് അവിടെ നടക്കുന്നത്. അതിലെ ഒരു കോഴ്സിൻ്റെ പേര് ബുക്ക് ബൈൻഡിങ് എന്നാണ്.
ബുക്ക് ബൈൻഡിങ് കോഴ്സ് എന്ന് പറയുന്നത് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനുള്ള പരിശീലനമാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ എൻ കണ്ണൻ്റെയും ഇ കെ നായനാരുടെയും വി എസ് അച്യുതാനന്ദൻ്റെയും ആ CPM പണ്ട് പറഞ്ഞത് മുഴുവൻ വിഴുങ്ങിയ പിണറായി വിജയൻ ഇന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ഒരു നടപടിയില്ലാതെ പോകുന്ന ഏക സംസ്ഥാനം ഇന്ന് കേരളമാണ്. ഈ പരിവർത്തനത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇത് വോട്ട് ബാങ്കിന് വേണ്ടിയാണോ? അല്ല, നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ്. വളരെ ശക്തമായിട്ടുള്ള ഭാഷാ പ്രതികരണങ്ങൾ ഒരു ഭാഗത്തുണ്ടാകുന്ന സമയത്തും അത് എന്തെങ്കിലും ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. മുൻപ് ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന് എതിരെ വളരെ കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ വരുന്ന സമയത്ത് മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ തന്നെ ചോദിച്ചിരുന്നു, അങ്ങനെയാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. അന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ പ്രസ്താവന എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ ഒരു സംഘടനയെയും നിരോധിക്കുന്ന കാര്യം പരിഗണിച്ചിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയെ നിരോധിക്കുകയാണെങ്കിൽ ആദ്യം RSSനെ ആയിരിക്കും നിരോധിക്കുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷനാണ്. ഒരു ഭാഗത്തു നിന്ന് വളരെ ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള സമൂഹത്തിൽ അംഗീകരിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രവണതകളെ എതിർക്കുകയും മറുവശത്ത് അതിനു വേണ്ടുന്ന രീതിയിലുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനം നടത്താതെ ഇരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്കിപ്പോഴും പറയാൻ പറ്റുന്നത് ഈ പറയുന്നത് പോലെ അന്ന് ശ്രീ ലോക്നാഥ് ബെഹ്റ ഒരു എൻക്വയറിക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു, സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു അഫിഡവിറ്റ് കൊടുത്തിരുന്നു. ഇതിനപ്പുറത്തേക്ക് വർഷങ്ങൾക്കിപ്പുറവും PFI എന്ന സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ അവർക്ക് ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്നുണ്ട്. ചാരിറ്റി എന്ന രീതിയിൽ അവർക്ക് പണം സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ആ പണം ഇവിടെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ചെലവഴിക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വളരെ ശക്തമാണ് എങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കേസുകൾ എടുക്കുന്നതും അന്വേഷണം നടത്തുന്നതും പൂർണ്ണമായും ആത്മാർത്ഥമാണ് എങ്കിൽ അത് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് കൂടി എത്തേണ്ടതാണ്. അത് അൺഫോർച്ചുനേറ്റ്ലി എത്തുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഝാർഖണ്ഡിലോ പോലെ അങ്ങനെ വളരെ അപൂർവം ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇപ്പോഴും ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് നിരോധനമുള്ളൂ. കർണാടക ഇത്തരത്തിലുള്ള ഒരു നിരോധനത്തിനെ പറ്റി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ കേന്ദ്ര ഏജൻസിയുടെ ക്രിയാത്മകമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് രാജ്യത്ത് മൊത്തത്തിൽ ഈ സംഘടനയെ നിരോധിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് പോകുന്നത് എന്ന് തോന്നുന്നു. കാരണം ഇത് പല രീതിയിലുള്ള ആരോപണങ്ങൾ ഇവർ നേരിടുന്നുണ്ട്. ഒരു ഭാഗത്ത് മണി ലോണ്ടറിംഗ് ആണ് ED അന്വേഷിക്കുന്നത് എങ്കിൽ മറ്റൊരു ഭാഗത്ത് ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ NIA അന്വേഷണം നടക്കാനുള്ള സാധ്യത വളരെ ബൃഹത്തായിട്ട് ഒരു വശത്തുണ്ട്. തന്നെയുമല്ല, നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള അനധികൃത പണമൊക്കെ തന്നെ റിലീജിയസ് കൺവേർഷന് വേണ്ടിയിട്ട് മുടക്കുന്ന രീതിയിലുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്കൊപ്പം തന്നെയാണ് നേരത്തെ നമ്മളിവിടെ പറയുന്ന ശ്രീ ജോസഫിനെ പോലെയുള്ള അധ്യാപകർക്കെതിരെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള ആയുധ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഈ സംഘടന നേരിടുന്ന ആരോപണങ്ങൾ. അപ്പോൾ ഇതിലുള്ള ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. താങ്കൾ ആ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുകയാണ്. ഈ പറയുന്നതിനെ പ്രവൃത്തിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കുക എന്ന കാര്യത്തിൽ ഭരണകൂടങ്ങൾ പലപ്പോഴും ദുർബലരായിട്ട് കാണുന്നു. അത് ഒരുപക്ഷെ ഒരു വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കാം. കാരണം ലോകമെങ്ങും കുറച്ച് റാഡിക്കലായിട്ട് ചിന്തിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മതവിഭാഗങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ശബ്ദമുയർത്തിയാൽ അതിനെ വളരെ ശക്തമായിട്ട് എതിർക്കുകയും അവർക്കെതിരെ സംഘടിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അത് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടു. ഫ്രാൻസിലും ഒക്കെ തന്നെ നമ്മളത് കണ്ടതാണ്. ശ്രീലങ്കയിൽ നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാകുന്നതിനേക്കാൾ ഒരു പ്രത്യേക വിഭാഗത്തിനെ, അത് ആ മതവിഭാഗത്തിൽപ്പെടുന്ന എല്ലാവരും ഉണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ അതിൽ തന്നെ വളരെ തീവ്രമായി ചിന്തിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെ രാഷ്ട്രീയമായി തല്ലാതെ ഇരുന്ന് തലോടി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് വോട്ട് ബാങ്കിൽ പ്രതിഫലിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഷോർട്ട് ടൈം ഗോളുകൾ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ അവർ ചെയ്യുന്നതും ദേശവിരുദ്ധ പ്രവർത്തനമാണ് എന്നുള്ളതും രാജ്യ താല്പര്യങ്ങൾ ഹനിച്ചുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള താല്പര്യങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുന്നത് എന്നും കൂടി അവരെ ഓർമ്മിപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുന്നു. ഓക്കെ, ഒരു ഇടവേളയ്ക്ക് ശേഷം ശ്രീ P. രാജനിലേക്ക് എത്താം.